സ്വാഗതം. നിങ്ങൾ ഈ തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കണ്ടല്ലോ. ഇതിലെ വിവരങ്ങൾ എങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഓർമ്മയിൽ വെക്കാം എന്ന് നമുക്ക് നോക്കിയാലോ? നമ്മളിന്ന് കൂടുതലും ശ്രദ്ധിക്കുന്നത് നോട്ട്സ് തയ്യാറാക്കുമ്പോൾ പട്ടികകളും പിന്നെ ഈ രേഖാചിത്രങ്ങളും, അതായത് ടേബിൾസും ഡയഗ്രംസും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് കുറേ കണക്കുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും താരതമ്യം ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു പ്രോസസ്സൊക്കെ പറയുമ്പോൾ. അപ്പോഴൊക്കെ ഈ രീതികൾ നല്ല യൂസ്ഫുൾ ആവും. ഇതിലെ പ്രധാന ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, പലതരം വിവരങ്ങൾക്ക് ഏറ്റവും ചേർന്ന നോട്ടെടുക്കൽ രീതി ഏതാണെന്ന് കണ്ടെത്താൻ നിങ്ങളെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. യൂസ് ഓഫ് ടേബിൾസ്. ആദ്യം തന്നെ ഈ ടേബിൾസ്, അതായത് പട്ടികകൾ, എപ്പോഴാണ് ഏറ്റവും നന്നാവുക എന്ന് നോക്കാം. ഇപ്പോൾ ഒരുപാട് നമ്പേഴ്സ്, കണക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ തന്നെ പല വശങ്ങൾ പറയുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ടേബിൾസ് നല്ല ക്ലാരിറ്റി തരും. തീർച്ചയായും. ഇപ്പോ ഉദാഹരണത്തിന് നിങ്ങളുടെ ആ മെറ്റീരിയലില് ഇന്ത്യയിലെ പലതരം ഭക്ഷ്യ കാര്യം പറയുന്നുണ്ടല്ലോ. അതിന്റെ അളവ്, ഉപയോഗിക്കുന്ന സ്ഥലങ്ങള്, അങ്ങനെ. കടല എണ്ണ ഏകദേശം ഒരു 14 ലക്ഷം ടൺ, കടുകെണ്ണ 6 ലക്ഷം ടൺ, സൂര്യകാന്തി 1 ലക്ഷം ടൺ, സോയാബീൻ 10,000 ടൺ, അങ്ങനെയുള്ള കണക്കുകൾ. ഇതൊരു പട്ടികയിലാക്കിയാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓരോ എണ്ണയും എത്ര അളവിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് കടല എണ്ണ കൂടുതലും വെസ്റ്റേൺ സൈഡിലും സെൻട്രൽ ഇന്ത്യയിലും, വെളിച്ചെണ്ണ തെക്ക്, കടുകെണ്ണ കിഴക്കും വടക്കും. ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ആ ടേബിൾ സഹായിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിവരങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ വെക്കാൻ ഭയങ്കര എളുപ്പമാവും. അതെ അതെ. അതുപോലെ തന്നെ ആ പുൽമേടുകളുടെ കാര്യം ഓർക്കുന്നുണ്ടോ? ട്രോപ്പിക്കൽ, ടെമ്പറേറ്റ് എന്നിങ്ങനെ 2 തരം. അവയെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഭാഗം, അതിന്റെ സ്ഥാനം, കിട്ടുന്ന മഴയുടെ അളവ്, അവിടുത്തെ ചെടികൾ, മൃഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയാൽ ആ വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ട്രോപ്പിക്കൽ പുൽമേടുകൾ, സവന്ന പോലെയുള്ളത് ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ ഇവിടെയൊക്കെയാണ്. ടെമ്പറേറ്റ് പുൽമേടുകൾ, അതായത് പ്രേറി, സ്റ്റെപ്സ്, വെൽഡ്, ഇതൊക്കെ നോർത്ത് അമേരിക്ക, റഷ്യ, സൗത്ത് ആഫ്രിക്ക അവിടെയും. മഴയുടെ അളവിലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ താരതമ്യം ചെയ്യാനുള്ള ബേസിസ് ക്ലിയർ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാവും. ഓർഗനൈസേഷൻ ഓഫ് നോട്ട്സ്, ഡയഗ്രാംസ്. ഓക്കെ, ഇനി നമുക്ക് ഡയഗ്രാംസിൻ്റെ കാര്യത്തിലേക്ക് വരാം. രേഖാചിത്രങ്ങൾ. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരംതിരിക്കുമ്പോൾ, ചില സയന്റിഫിക് കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഈ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുന്നതിനേക്കാൾ ഒരു ചിത്രം കാണിക്കുന്നത് ചിലപ്പോൾ കൂടുതൽ എളുപ്പമാവും. കറക്റ്റ്. ആ ഫോട്ടോസിന്തസിസിന്റെ കാര്യം തന്നെ എടുക്കാം. ആ പ്രക്രിയ വിവരിക്കുന്നത് ഓർമ്മയുണ്ടോ? അതിലെ സ്റ്റെപ്പുകൾ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പില് ക്ലോറോഫിൽ ലൈറ്റ് വലിച്ചെടുക്കുന്നു. ആ എനർജി വെച്ച് വെള്ളം ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പില് ഈ എനർജി ഉപയോഗിച്ച് ഹൈഡ്രജനും കാർബൺ ഡയോക്സൈഡും ചേർന്ന് കാർബോഹൈഡ്രേറ്റ്, അതായത് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചാല് ആ ഒരു പ്രോസസ്സിന്റെ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാൻ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാല് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ സിമ്പിളാക്കാൻ ഇത്തരം ചിത്രങ്ങൾക്ക് പറ്റും. അതിന്റെ ഒരു ഗുണം അതാണ്. ശരിയാണ്. അതുപോലെ ഗതാഗത മാർഗങ്ങളെ തരംതിരിക്കുന്നത് നോക്കൂ. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്: കര, ജലം, വായു. അതായത് ലാൻഡ്, വാട്ടർ, എയർ. ഇങ്ങനെ മെയിനായിട്ട് തിരിച്ചു. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ കരയിലാണെങ്കിൽ റോഡ്, റെയിൽ, ജലത്തിലാണെങ്കിൽ ഉൾനാടൻ ജലഗതാഗതം, പിന്നെ കടലിലൂടെ ഉള്ളത്. ഇതൊരു ട്രീ ഡയഗ്രം വെച്ച് കാണിക്കാം. കരയിലെ ഗതാഗതത്തെ വീണ്ടും തിരിക്കുന്നുണ്ട്. മൃഗങ്ങളെ ഉപയോഗിക്കുന്നത്, വണ്ടികൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ. അതെ. അപ്പോൾ ഒരു വലിയ ടോപ്പിക്കിനെ ഇങ്ങനെ ചെറിയ കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത് ആ മൊത്തത്തിലുള്ള ചിത്രം കിട്ടാൻ നല്ലതാണ്. തീർച്ചയായും. പിന്നെ വേറെ തരത്തിലുള്ള ഡയഗ്രംസും ഉപയോഗിക്കാം കേട്ടോ, സന്ദർഭമനുസരിച്ച്. ഉദാഹരണത്തിന് അന്തരീക്ഷത്തിന്റെ പല ലെയറുകളില്ലേ, ലെയേഴ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ, അത് കാണിക്കാൻ ചിലപ്പോ ഒരു സിമ്പിൾ ചിത്രം മതിയാകും. ഭൂമിയോട് ചേർന്ന് ട്രോപ്പോസ്ഫിയർ ഏകദേശം 10 മൈൽ വരെ, അതിനു മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ 50 മൈൽ വരെ, പിന്നെ അയോണോസ്ഫിയർ 300 മൈൽ വരെ. ഇങ്ങനെ ലെയറുകൾ അടയാളപ്പെടുത്തി ഓരോന്നിന്റെയും പ്രധാന പോയിന്റ്സ് അവിടെ തന്നെ കുറിച്ചുവെക്കാം.
അപ്പോ എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ ഈ ഇൻഫർമേഷൻ ഓർക്കാൻ ഒരു ചിത്രം നന്നായിരിക്കും എന്ന്, അപ്പോ അത് ഉപയോഗിക്കുക. ഇവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കണം. അതായത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു പ്രത്യേക വിഷയത്തിന് അല്ലെങ്കിൽ ആ വിവരത്തിന് ഏറ്റവും യോജിച്ച വിഷ്വൽ ടൂൾ ഏതായിരിക്കും? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളുടെ ഒരു സ്വഭാവം നോക്കിയിട്ട്, അത് ചിലപ്പോൾ കണക്കുകളാകാം, താരതമ്യമാകാം, ഒരു പ്രോസസ്സാകാം, അല്ലെങ്കിൽ തരംതിരിവാകാം, അതിന് ഏറ്റവും പറ്റിയ നോട്ടെടുക്കുന്ന രീതി, അത് ചിലപ്പോൾ ടേബിളായിരിക്കാം, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, ട്രീ ഡയഗ്രാം, അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിത്രം, അത് തിരഞ്ഞെടുക്കുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർമ്മയിൽ വയ്ക്കാനും സഹായിക്കും. അങ്ങനെയല്ലേ? അതെ അതെ. ഈ രീതികളൊക്കെ നിങ്ങളുടെ പഠനത്തിലൊന്ന് ട്രൈ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അതാണ് പ്രധാനം. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കാം. ഈ തന്നിട്ടുള്ള വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല, നമ്മൾ സ്വന്തമായിട്ടൊരു വിഷയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുമായി ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ടേബിൾസും ഡയഗ്രംസും ഉണ്ടാക്കി നോക്കുന്നത് അതൊരു പക്ഷേ ആ വിഷയത്തിൽ പുതിയ ചില കണക്ഷൻസ് അല്ലെങ്കിൽ അതുവരെ നമ്മൾ ചിന്തിക്കാത്ത ചില ആശയങ്ങളൊക്കെ കണ്ടെത്താൻ സഹായിക്കില്ലേ? അതും ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.